വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിവയ്പോ ഷെല്ലിങ്ങോ അതുമല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല. ഏതായാലും അതിർത്തി സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രത തുടരുകയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിലുള്ള ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, നമസ്തേ, ജയ് ഹിന്ദ്. ഇന്നലത്തെ ഭാരതത്തിന്റെ സന്ദേശവും വൈകുന്നേരം സംശയത്തിനൊട്ടും ഇട നൽകാത്ത വിധം സേനാ വിഭാഗങ്ങളുടെ വാർത്താ സമ്മേളനവും സന്ദേശം വ്യക്തമായും ശക്തമായും പാകിസ്ഥാന് നൽകി എന്ന് വേണ്ടേ കരുതാൻ? ഗൗതം. ജിഷ്ണു, നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനം കൃത്യമായ സന്ദേശം ശത്രുവിന് നൽകുന്നതായിരുന്നു, ശത്രു രാജ്യത്തിന് നൽകുന്നതായിരുന്നു എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. കരസേനയുടെയും വ്യോമ നാവികസേനകളുടെയും DGMOമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന രൂക്ഷമായ ഏറ്റുമുട്ടലിനെ ഭാരതത്തിന്റെ സേനാ വിഭാഗത്തെ നയിച്ച 3 പേർ അവരാണ് ഇന്നലെ വൈകിട്ട് വാർത്താ സമ്മേളനത്തിലൂടെ എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്, അതിർത്തിയിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നൽകുന്ന വാർത്താ സമ്മേളനമായിരുന്നു. തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ ആദ്യം തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ഭാരതത്തിന്റെ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യ സ്റ്റെപ്പ്, അത് ഭീകരമായ ഒരു പ്രത്യാക്രമണമായിരുന്നു നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ, പ്രത്യേകിച്ച് ഈ പഞ്ചാബ് പ്രവിശ്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹാവൽപൂർ ആണെങ്കിലും ലഷ്കർ-ഇ തോയ്ബയുടെ മുറീക്ക ആണെങ്കിലും, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രാജ്യത്തിന് ഏറ്റവും ഭീഷണിയായ പല ഭീകരന്മാരെയും വളർത്തിയ, അജ്മൽ കസബിനെയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും ഒക്കെ വളർത്തിയ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, അത് എല്ലാ അർത്ഥത്തിലും വിജയം കണ്ടുവെന്ന് സൈന്യം തെളിവുകൾ നിരത്തി തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 100-ലധികം ഭീകരന്മാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യം നേരത്തെ തന്നെ പാകിസ്ഥാനും അതോടൊപ്പം ഈ ഭീകര സംഘടനകളും തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മൗലാന മസൂദ് അസറൊക്കെ തന്നെ അയാളുടെ അടുത്ത ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യ പടി അല്ലെങ്കിൽ ആദ്യം കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടതും ഇത് തന്നെയായിരുന്നു, ഭീകര കേന്ദ്രങ്ങളെ പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാക്കുക എന്നതാണ്. ഇനിയും പാകിസ്ഥാനിൽ ലോഞ്ചിങ് പാഡുകളും ഭീകര കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 21ഓളം ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതത്തിന്റെ സർക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ റോയ് ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇനിയും ഇത്തരം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ നാശനഷ്ടം സംബന്ധിച്ചും സൈന്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ 40 പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായാണ് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ IB അതോടൊപ്പം തന്നെ റോ പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 35-നും 40-നും ഇടയിൽ പാക് പട്ടാളക്കാർ അതിർത്തിയിൽ കൊല്ലപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നീട് വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം, അത് തന്നെയാണ് പാകിസ്ഥാനെ വളരെ പെട്ടെന്ന് ഈ സംഘർഷത്തിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത്. കാരണം ബ്രഹ്മോസ് ഒക്കെ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ചു തന്നെ ശത്രുവിന്റെ പാളയങ്ങളിൽ ഹിറ്റ് ചെയ്യാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വലിയ സന്ദേശം പാകിസ്ഥാന് നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം മിസൈൽ ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനോട് ചേർന്ന് മിസൈൽ ആക്രമണം ഉണ്ടാവുകയും അവിടുത്തെ എയർബേസിന്റെ റൺവേ ഉൾപ്പെടെ പൂർണ്ണമായി തകർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി പാകിസ്ഥാന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഭാരതത്തിലേക്ക് ഡ്രോൺ പറത്തി വിടുന്നത് പോലെയല്ല, തിരിച്ച് ഉഗ്രശേഷിയുള്ള മിസൈലുകളും മറ്റും വന്ന് പതിക്കും എന്ന ബോധ്യം ഇസ്ലാമാബാദിന് ഉണ്ടായതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാന്റെ DGMO ഭാരതത്തിന്റെ DGMOയുമായി ബന്ധപ്പെടുകയും ഒരു വെടിനിർത്തലിന് സമയമായി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണം എത്രത്തോളം ശക്തമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം. അത് കൃത്യമായിട്ട് തന്നെ ഭാരതം പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ കൃത്യമായി ആ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അവിടുത്തെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നിരിക്കുന്നതും അതിന്റെ മാപ്പുകൾ, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിന് മുൻപും ശേഷവും അവിടുത്തെ മാറ്റങ്ങൾ സംബന്ധിച്ച് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ വീഡിയോകളിലൂടെ ചിത്രീകരിച്ച് അത് മാധ്യമങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടത്തിയത്. ഇതോടുകൂടി കൃത്യമായിട്ടൊരു ക്ലാരിറ്റി പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ നമുക്കും ലഭ്യമാണ് എന്തായിരുന്നു അതിർത്തിയിലും അതോടൊപ്പം തന്നെ വ്യോമ മേഖലകളിലുമൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഗൗതം, ഈ ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം, അതായത്
മിസൈലുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നടുവൊടിക്കുന്ന, അതായത് പാകിസ്ഥാൻ വിചാരിച്ചാൽ പോലും യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ പറന്നു പൊങ്ങാൻ സാധിക്കാത്ത തരത്തിൽ റൺവേ തകർത്തുകൊണ്ടാണ് ഒരു വളരെ കൃത്യമായ കറക്റ്റായിട്ടുള്ള പ്രത്യാക്രമണം ഭാരതം നടത്തിയിട്ടുള്ളത്. അതിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോയി. ഒപ്പം ഈ അതിർത്തി മേഖലകളിൽ ഇന്നലെ രജൌരി ഉൾപ്പെടെയുള്ള മേഖലകൾ പൂർണ്ണമായും ശാന്തമായിരുന്നു. ഒരു വെടിവെച്ച പോലും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം ലേ മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലകളിൽ, വില്ലേജുകളിൽ, LOCകളിൽ എന്തെല്ലാം നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഒപ്പം കഴിഞ്ഞ രാത്രി പൂർണ്ണമായും ശാന്തമാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയല്ലേ പുറത്തു വരുന്നത് ഗൗതം? ജിഷ്ണു, ഇന്നത്തെ പുലരി എന്ന് പറയുന്നത് കുറച്ച് സമാധാനവും അതോടൊപ്പം തന്നെ ശുഭകരമായ വാർത്തകളും നിറഞ്ഞതാണ്. കാരണം ഇന്നലത്തെ രാത്രിയിൽ കാര്യമായ പ്രകോപനങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലാണെങ്കിലും, ജമ്മു ഉൾപ്പെടുന്ന സ്ഥലത്തുള്ള രാജ്യാന്തര അതിർത്തിയിലാണെങ്കിലും, കൂടാതെ ഗുജറാത്ത്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ 8, 9, 10 തീയതികളിൽ വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുകയും ഭാരതം അതിന് കനത്ത തിരിച്ചടി നൽകുകയും ഒക്കെയാണ്. പക്ഷേ ഇന്നലത്തെ രാത്രിയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെങ്കും കാര്യമായ പ്രകോപനങ്ങൾ നടന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഗുജറാത്തിലും കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഞ്ചാബിലും അങ്ങനെ തന്നെയാണ്. രാജസ്ഥാന്റെ ജയ്സൽമീറിൽ ഇന്നലെ രാത്രിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തിയെന്ന ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ അത് സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. ചില ദേശീയ മാധ്യമങ്ങൾ മാത്രമാണ് അത്തരം ചില വാർത്തകൾ നൽകിയത്. അതിനൊരു സ്ഥിരീകരണം ഇനിയും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. അങ്ങനെ ചില ഒറ്റപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതല്ലാതെ കാര്യമായ ഒരു പ്രകോപനമോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണമോ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പുലരി. ഇത് സമാധാനത്തിന്റെ ഒരു പുലരിയാണ് എന്ന് നേരത്തെ വിശേഷിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത്. മാത്രമല്ല, ആകാശമാർഗമുള്ള പ്രകോപനങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം 7-ാം തീയതി മുതൽ ഇങ്ങോട്ട് എല്ലാ രാത്രികളിലും ഡ്രോണുകൾ പറത്തിയുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. ഒടുവിൽ അത് പട്ടാൻകോട് മേഖലയിലൊക്കെ നമ്മൾ കണ്ടതാണ്. പകൽ സമയത്ത് തന്നെ ഡ്രോണുകൾ പറത്തി പ്രകോപനം സൃഷ്ടിക്കുകയും അത് അവിടെ വെച്ച് തന്നെ വെടിവെച്ചിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ മിസൈലുകൾ ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന മിസൈൽ സിർസയിൽ വെച്ച് ഭാരതം അതിനെ നിർവീര്യമാക്കി. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായ സംഘർഷങ്ങളുടെയും വെടിവെച്ചകളുടെയും ഒക്കെ ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. പക്ഷേ ഇന്നലെ രാത്രിയിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിലവിൽ സാഹചര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. എങ്കിൽ പോലും സൈന്യം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇപ്പോൾ മടങ്ങി പോകേണ്ടതില്ല എന്ന നിർദ്ദേശം ജനങ്ങൾക്ക് സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ഭരണകൂടവും നൽകിയിരിക്കുകയാണ്. കാരണം ഈ പൂഞ്ച്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ജിഷ്ണുവും പ്രദീപ് പിള്ളയും നിൽക്കുന്ന രജോരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ സാധാരണ ആളുകളെയൊക്കെ ആ നിയന്ത്രണ രേഖയിൽ നിന്നും അതോടൊപ്പം തന്നെ രാജ്യാന്തര അതിർത്തിയിൽ നിന്നും വളരെ മാറി ജമ്മു, അതോടൊപ്പം തന്നെ ശ്രീനഗർ തുടങ്ങിയ നഗരങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര അതിർത്തിയോടും ചേർന്ന് താമസിക്കുന്ന ആളുകളോട് ഇത്ര പെട്ടെന്ന്, അതായത് ഇന്നലെ രാത്രിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് കണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചവിടേക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശം തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയണം എന്ന നിർദ്ദേശം ഇപ്പോൾ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു യോഗം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ചു ചേർത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ നിയന്ത്രണ രേഖ രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാന്റെ ഷെൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടം സംബന്ധിച്ചുള്ള കണക്കെടുക്കുന്നതിനായാണ് ഇന്നിപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഒരു യോഗം ശ്രീനഗറിൽ ഒമർ അബ്ദുള്ള വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഓക്കെ ഗൗതം, അതിർത്തി മേഖല ശാന്തമാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ സമാധാനം പുലരട്ടെ, സമാധാനത്തിന്റെ പുലരിയാകട്ടെ. പൂഞ്ച്, രജൌരി തുടങ്ങി ബാരാമുള്ള, കുപ്വാര തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ള മേഖലയെല്ലാം കഴിഞ്ഞ രാത്രി ശാന്തമായിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനമില്ലെങ്കിൽ ഭാരതം അതീവ ശാന്തമാണ്. യാതൊരു തരത്തിലും ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മുട്ടുസൂചിയുടെ പ്രകോപനം പോലും ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി സൈന്യവും രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രകോപനവും മറുപടി നൽകാതെ വിട്ടുപോകില്ല. നയം വളരെ കൃത്യമാണ്.